കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ബ്ലോക്ക് കേരളോത്സവത്തിന് തുടക്കമായി. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബ്ലോക്ക് കേരളോത്സവത്തിന് തുടക്കമായി. കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച മാസ്റ്റേഴ്സ് മീറ്റ് ഒരു നല്ല പുതിയൊരു സജഷനാണ്. അങ്ങനെ പുതിയ ആശയങ്ങൾ നമുക്ക് പരീക്ഷിക്കാനായിട്ട് കഴിയണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയതിനേക്കാളും ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സമീപനം കൂടിയുള്ള നിലയിൽ നമുക്ക് ഈ മുതിർന്നവരെയും ഇതുപോലുള്ള മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് അവരുടെ കലാകായിക പ്രകടനങ്ങൾക്ക് തീർച്ചയായിട്ടും കാണികളില്ലാത്ത ഒരു പ്രശ്നം നോക്കേണ്ട കാര്യമില്ല. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അവരുടെ കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി അവരുടെ പണ്ടുണ്ടായിരുന്ന അതേ ഒരു മാനസിക ഉല്ലാസവും അതേ നിലയിലുള്ള കായികമായിട്ടുള്ള ഒരു വളർച്ചയും ഒക്കെ നേടാൻ ഇത് സഹായിക്കും. അത്ലറ്റിക്സ് മത്സരങ്ങളാണ് ആദ്യ ദിവസം നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിവാഗോ തോമസ്, മേഴ്സി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി രശ്മി S തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്ത് വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ 14-ന് സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.